ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും കൂടി രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇനി തുടങ്ങാൻ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതായത് ബിഗ് ബോസ് അഗ്നി പരീക്ഷ ഏകദേശം ഓഗസ്റ്റ് 1 വീക്കോട് കൂടി തന്നെ സ്റ്റാർട്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം ഏകദേശം സെപ്റ്റംബർ ആദ്യ വാരത്തോടു കൂടി തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8ൻ്റെ ലോഞ്ച് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ, അതായത് സെലിബ്രിറ്റികൾ ആരാണെന്നുള്ളതാണ്. കാരണം കോമണേഴ്സിനുള്ളതാണ് അഗ്നി പരീക്ഷ. അപ്പോൾ നമുക്കത് ആരാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവരൊന്നുമല്ല കോമണേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായും അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു ഷോ വരുന്നതോടുകൂടി, ടെലികാസ്റ്റ് ചെയ്യുന്നതോടുകൂടി അതിലേക്ക് വരുന്ന, അതായത് ബിഗ് ബോസ് മലയാളം ഹൗസിലേക്ക് വരുന്ന കോമണേഴ്സ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സെലിബ്രിറ്റികൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമല്ലോ. ഞാനിപ്പോൾ ഏകദേശം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു 15ഓളം പേരുടെ ലിസ്റ്റാണ്. പക്ഷേ അതിൽ 8 പേര് ഏകദേശം കൺഫേംഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിലുള്ളത് ആരാണെന്ന് നോക്കാം. സെലിബ്രിറ്റി കാറ്റഗറിയിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജാസി ആഷിയുടെ പേരാണ്. 100% നമുക്ക് ഉറപ്പിക്കാം. ബിഗ് ബോസ് ടീം അവരെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ജാസി ആഷി ഈ ഒരു ഷോയ്ക്ക് യെസ് പറയുകയും ചെയ്യും. ഈ ഒരു ഷോയിലൂടെ ജാസിയുടെ പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക അനൂപാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമില്ല. സിനിമ നടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏത് വിഷയം വന്നാലും വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിയങ്ക അനൂപ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പോലെ ഒരാൾ ബിഗ് ബോസ് ഷോയിലുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ഷോ കാണാൻ നമുക്കൊക്കെ ഇൻട്രസ്റ്റ് കൂടുതൽ തന്നെയായിരിക്കും. കാരണം ഏത് വിഷയത്തെയും ഒരു ഭയവും ഇല്ലാതെ സമീപിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്ക. അപ്പോൾ അവരെയും നമുക്ക് ഈ ഒരു ഷോയിലേക്ക് ഏകദേശം ഒരു 80% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ്. മൂന്നാമത് ഞാൻ പറയുന്നതാണ് മെഹർ ഇപ്പോൾ തൊപ്പിയുടെ വിഷയമൊക്കെ ആയിട്ട് അത്യാവശ്യം കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇതിന് മുമ്പുള്ള പ്രഡിക്ഷൻ, അതായത് മുമ്പത്തെ സീസണുകളിലൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന ഒരു വ്യക്തി തന്നെയാണ് മെഹർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സീസണിലേക്ക് മെഹറിനെയും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആദിത്യൻ ജയൻ എല്ലാവരെയും പോലെ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എപ്പോഴും വരുന്നൊരു പേരാണ്. പക്ഷേ ഇപ്രാവശ്യം വരാനായിട്ട് ഏറ്റവും കൂടുതലൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം പുള്ളി ഇതിലേക്ക് വരാനായിട്ട് ഏകദേശം കൺഫേംഡ് ആണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ 5ാമത് പറയുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു ടെക്കി. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനെയൊക്കെ അടക്കി വാണുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത്യാവശ്യം കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അത്യാവശ്യം വലിയ ഫെയിമോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ആളുടെ പേര് അത്ര ഉയർന്ന് കേൾക്കാനില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിലേക്ക് വന്നു കഴിഞ്ഞിട്ടേക്ക് തീർച്ചയായും പുള്ളിയുടെ ആ ഒരു പേര് പുള്ളിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഷോയുടെ ആളുകൾ സഞ്ജു ടെക്കിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സഞ്ജു ടെക്കിയെ നമുക്ക് ഈ ഒരു ഷോയിലൂടെ കാണാൻ സാധിക്കും. അതിനുശേഷം രണ്ടാമതൊരു സെലിബ്രിറ്റി കാറ്റഗറിയിൽ പെടുന്ന ആളാണ് ഗായത്രി സുരേഷ്. അതായത് അന്യഭാഷാ ചിത്രങ്ങളിലായിക്കോട്ടെ എല്ലാം അത്യാവശ്യം ട്രോളുകളിലൂടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഗായത്രി. അപ്പം പുള്ളിക്കാരിനെ നമുക്ക് ഈ ഒരു ഷോയിലേക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്തൊരു പേരാണ് സോന നായരുടെ പേര് പറയുന്നുണ്ട്. അപ്പം എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും എല്ലാ സീസണിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു നടിയുടെ പേര്. പക്ഷേ ആളെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ ശിവാംഗി, ഇവരുടെയും പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇങ്ങനെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഇവരെയും നമുക്ക് പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെ വേണം പറയാണ്ട്. കാരണം അത്യാവശ്യം ഫെയിമിൽ നിൽക്കുന്ന ആളാണ്. അവരൊക്കെ ഫെയിം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിലേക്ക് വന്നിട്ട് അവരിപ്പോൾ ഉള്ള പ്രോഗ്രാമുകളോ കാര്യങ്ങളോ ഒന്നും ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് അവരെ പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇതുപോലെ സോന നായർ, ശിവാംഗി ഇവരുടെ പേരുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇവരെയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്തത് ഗൗരി ഉണ്ണിമായ. ചക്കപ്പഴം ഷോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സിനിമയിൽ, അത്യാവശ്യം സിനിമയിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ആളെ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാം. കാരണം ഏകദേശം കൺഫേംഡ് ആണ് ആള് ഈ ഒരു ഷോയിലേക്ക് വരാനായിട്ട്. പിന്നെ അടുത്ത ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ. ഇത് എത്രത്തോളം കൺഫേംഡ് ആണ് എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലെ ഒരാൾ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അഖിൽമാരാറിൻ്റെ ഒക്കെ ഒരു സീസൺ കണ്ടതുപോലെ ഒരു 1 man ഷോയൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. കാരണം വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയും വളരെ ചിന്തിച്ച് ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് സൂര്യ TV നടന്ന മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോയിലെ വിന്നറൊക്കെ ആയിരുന്നു. അപ്പോൾ രാഹുൽ ഈശ്വർ ഈ ഒരു ഷോയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോയിൻ്റെ ഗതി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെ രാഹുൽ ഈശ്വർ. അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അടുത്തൊരു പേരാണ് ഹെലൻ ഓഫ് സ്പാർട്ട. ഇപ്പം ഈ അടുത്ത് തന്നെ അത്യാവശ്യം കുറച്ച് വിവാദങ്ങളും
ഒക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഇതിലേക്ക് വരാനായിട്ട് ഏറെക്കുറെ സാധ്യത കാണുന്നുണ്ട്. ഏകദേശം ഒരു 80% നമുക്ക് ഉറപ്പിക്കാൻ പുള്ളിക്കാരിയും ഈ ഒരു ഷോയിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ. പിന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ഗ്ലാമി ഗംഗ. ഇതിനു മുൻപും ഗ്ലാമി ഗംഗയെ ബിഗ് ബോസ് ടീം സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസണിലേക്ക്, കാരണം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരിനെ എത്രത്തോളം ഉറപ്പിക്കാൻ ഒരു 50-50 ചാൻസ് നമുക്ക് കൊടുക്കാം. കാരണം പകുതി വരാനും സാധ്യതയുണ്ട്, പകുതി വരാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ സീരിയൽ രംഗത്ത് നിന്നൊക്കെ ജസീല, ഇവരുടെ പേര് നമുക്ക് ഉറപ്പിക്കാം. കാരണം ജസീലയും അത്യാവശ്യം വരാൻ സാധ്യത ഏകദേശം ചാൻസ് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു ഷോയിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസീൽ എന്ന് പറയുന്നത്. കാരണം സ്റ്റാർ മാജിക് പോലെയുള്ള ഷോയിൽ പുള്ളിക്കാരത്തിൻ്റെ ഒരു ഗെയിം സ്പിരിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഷോയിലേക്ക്, ബിഗ് ബോസ് സീസൺ 8ലേക്ക് ജസീലിനെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രണവ് കൊച്ചു പേരിങ്ങനെ ഉയർന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ അതിൽ സാധ്യതയുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അറിയില്ല, നമുക്ക് ഷോയിലൂടെ കാണാം. പിന്നെ അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ജീവ ജോസഫ്. പുള്ളിക്കാരൻ്റെ പേര് 100% കൺഫേംഡ് ആണ് എന്ന് പറഞ്ഞ് പല പ്രഡിക്ഷൻ ലിസ്റ്റിലൂടെ കാണുന്നുണ്ട് എങ്കിൽ പോലും അത്യാവശ്യം ഷോയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണിപ്പോൾ. അതുകൊണ്ട് ഏകദേശം ഇതിലേക്ക് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം ഞാൻ ഉറപ്പിക്കാമെന്ന് പറഞ്ഞ ആളുകളെയൊക്കെ നമുക്ക് ഈ ഒരു ഷോയിലൂടെ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കൂടി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആരെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 കാണാൻ ആഗ്രഹമുള്ളത്, താല്പര്യമുള്ളത്? ചിലപ്പോൾ അവരുണ്ടായാലോ. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരുടെ പേരും കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്